Hello friends, welcome to my channel. ഇന്നത്തെ എൻ്റെ ഡിഷ് ബനാന ബോൾസ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. आज मेरा डिश बनाना बॉल्स है. केरला का स्पेशल बनाना का है. वो दिखाएंगे कैसे है. ഇത് എനിക്ക് മലയാളി കട ഇവിടെ ഉണ്ട്. അത് അവിടെ നിന്ന് കിട്ടിയതാണ്. എപ്പോഴൊന്നും കിട്ടാറില്ല. കേരള का स्पेशल बनाना है. इसका छिलका निकाल देंगे. നമുക്ക് ഇതിന്റെ തൊലി എടുത്ത് മാറ്റാം. सादा केला से भी पक्का वाला केला से ये बना सकता है. दिखाएंगे कैसे है ये वाला कैसे बनाएंगे. നമുക്ക് ഇതിന്റെ തൊലി മാറ്റിയെടുക്കാം. നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 4 पीस बनाना लिया है. ये थोड़ा ग्रेट करेंगे. നമ്മുടെ ഏത്തയ്ക്ക മുഴുവൻ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. बनाना पूरा ग्रेट करके रखा है. अभी 2 टेबल स्पून घी डाला है. वो भी गरम हो गया. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. अच्छा से थोड़ा फ्राई करेंगे. देखिए ഏത്തയ്ക്ക വഴന്നു കഴിഞ്ഞു. केला थोड़ा फ्राई हो गया. इतनी नमक उप थोड़ा सा नमक डाल दें. 1 टेबल स्पून चीनी, 1 टेबल स्पून पंचदारയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. पंचदार उപ്പ് ഇട്ട് കഴിഞ്ഞു. नमक और चीनी डाला है. देखिए थोड़ा मॉइस्चर हो गया. നമുക്ക് കുറച്ച് വെള്ളം ആയിട്ടുണ്ട്. ഈ സമയത്ത് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. 1 കപ്പ് സൂജി डाल दें. वरत വെച്ച रवेയാണ് ഞാൻ ഇട്ട് കൊടുത്ത. रोस्टेड सूजी है. ये भी डाल के अच्छा से मिक्स करेंगे. रवा നന്നായിട്ട് ഇളക്കി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. सूजी डाल के मिक्स किया है. अभी डालना है 2 टेबल स्पून नारियल. 2 टेबल स्पून തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മുടെ ഏത്തയ്ക്ക നല്ല മധുരമുള്ള ഏത്തയ്ക്ക ആയതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ പഞ്ചസാര ഇട്ടത്. ഏത്തയ്ക്കയ്ക്ക് മധുരം കുറവാണെങ്കിൽ 2 സ്പൂണോ 3 स्पूनों ഒക്കെ ഇടാം. केला थोड़ा अच्छा मीठा वाला था इसलिए कम शुगर डाला है. आप लोग को मर्जी का जैसा शुगर डाल सकता है. कुछ भी केला से भी ऐसे बना सकता है. देखिए हम लोग का बनाना रेडी हो गया. നമ്മുടെ ഏത്തയ്ക്ക रेडी ആയി കഴിഞ്ഞു. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ये थोड़ा ठंडा करने के लिए रखेंगे. ഞാനൊരു വേറെ പാനും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. दूसरा एक पैन रखा है. इसमें थोड़ा घी डाला है. ഞാൻ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് പറങ്ങാണ്ടി വറക്കാനിടാം. കാജു ഫ്രൈ करने के लिए डालेंगे. നമുക്ക് किशमिश ഇട്ട് കൊടുക്കാം. किशमिश डालेंगे. वो भी फ्राई करना. എന്നിട്ട് അതും കൂടെ ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പറങ്ങാണ്ടി മുന്തിരിങ്ങയും മറന്നു കഴിഞ്ഞു. കാജു കിസ്മിസ് ഫ്രൈ നോക്കിയ നിക്കാൽ देंगे. നമുക്ക് മാറ്റാം. ഇതിലേക്ക് തന്നെ ഞാൻ 1 ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. 1 बाउल नारियल लिया है. इसमें डालेंगे. ग्रेट करके रखा था. നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ये थोड़ा फ्राई करना है. तേങ്ങ വറന്നു കഴിഞ്ഞു. नारियल थोड़ा फ्राई हो गया. अभी इसमें डाल दे चीनी. നമുക്ക് ഒരു 6 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 6 स्पून चीनी डाल दे. अपने मर्जी का जैसे चीनी डाल दीजिए. അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അച്ചത്തെ മിക്സ് कर दीजिएगा. തേങ്ങ ഒരു ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. नारियल थोड़ा सा हल्का से गर्म होने से चीनी डाल सकता है. നമുക്ക് ഏലക്ക ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ് ഇട്ട് കൊടുക്കുക. ഏലച്ചി का पाउडर अभी इसमें डाल दें. പഞ്ചസാരയുടെ കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കയാണ്. നമുക്കത് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ആയി കഴിഞ്ഞു. चीनी अच्छे से मिक्स हो गया और अच्छे से मेल्ट हो गया. നമുക്ക് പറങ്ങാണ്ടി മുന്തിരിങ്ങയും വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. काजू किशमिश फ्राई किया वो भी डाल लेंगे. सब मिक्स करना है. എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കാം.
गैस ऑफ करके ठंडा करने के लिए रखेंगे. നമ്മുടെ ഏത്തയ്ക്ക നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഓരോരോ ബോൾ ആക്കി എടുക്കാം. एक एक टू बॉल बनाएंगे. ये भी ठंडा हो गया. देखिए अच्छा से दबा के एक टू ऐसे कर दीजिए. നമുക്ക് നല്ലതായിട്ട് കുഴിച്ചിട്ട് നമുക്ക് സ്പേസ് ഉണ്ടാക്കിയെടുക്കാം. നോക്കിക്കേ ऐसे ही बना दीजिए. इसमें नारियल डाल दीजिए. നമുക്ക് തേങ്ങ ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് क्लोज ചെയ്യാം. ऐसे क्लोज करना है. देखिए ऐसे बॉल बना लीजिए. और नमक उड़ा के നോക്കാം. और एक भी बनाएंगे. बीच में थोड़ा दबा दीजिए. ആ നടുക്കോട്ട് നന്നായിട്ട് കുഴിച്ചു കൊടുക്കാം. കുഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ഫില്ലിങ് വെക്കാം. नारियल रखेंगे. दबा के रख दीजिएगा. നല്ലതായിട്ട് പ്രസ് ചെയ്ത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്യാം. ऐसे क्लोज कर दीजिए. ऐसे सब बनाएंगे. നമുക്ക് ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നോക്കിക്കേ ഏത്തയ്ക്കകത്ത് ഞാൻ തേങ്ങ എല്ലാം സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞു. नारियल बनाना में स्टफ किया है. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. अभी ये फ्राई करने के लिए जा रहे हैं. तेल गरम हो गया. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ പൾട്ടി കരയെങ്കിൽ നമ്മുടെ ബനാന ബോൾസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. നമുക്ക് എടുക്കാം. ബനാന ബോൾസ് पूरा अच्छे से फ्राई हो गया. निकाल देंगे. ഇരിക്കുന്നതോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി वो भी डालेंगे. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ഏത്തയ്ക്ക കൊണ്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. स्टफ बनाना बॉल्स रेडी हो गया. घर में थोड़ा ट्राई करके देखिएगा. प्लीज़ लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.